Hi viewers, welcome to my YouTube channel Biology Vlogs. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർണമെന്റൽ ഫിഷ് കൾച്ചർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഓർണമെന്റൽ ഫിഷസ് എന്ന് നോക്കാം. Ornamental fishes are attractive, colorful fishes of various characteristics which are kept at homes in conified space of an aquarium or a garden pool for fun and fancy. അപ്പോൾ ഓർണമെന്റൽ ഫിഷസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അട്രാക്റ്റീവ് കളേഴ്സ് കാണും, അതിന് ഭയങ്കര അട്രാക്റ്റീവാണ് അതിനെ കാണുമ്പോൾ തന്നെ. അതുപോലെ തന്നെ പ്രത്യേകം മറ്റുള്ള ഫിഷസിനേക്കാളും പലതരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് എവിടെയാണ് കാണപ്പെടുന്നത്, നമ്മുടെ ഹോമിൽ, അതുപോലെ തന്നെ എന്താണ് ഒരു അക്വേറിയത്തിൽ അല്ലെങ്കിൽ ഒരു ഗാർഡൻ പൂളിലൊക്കെ നമ്മൾ ഫണ്ണിനും ഫാൻസിക്കും വേണ്ടി വളർത്തുന്ന ഫിഷസിനെയാണ് ഓർണമെന്റൽ ഫിഷസ് എന്ന് പറയുന്നത്. ഓർണമെന്റൽ ഫിഷസ് ആർ ഓൾസോ കാൾഡ് അക്വേറിയം ഫിഷസ്. ഈ ഓർണമെന്റൽ ഫിഷസിന് മറ്റൊരു പേരാണ് അക്വേറിയം ഫിഷസ് എന്ന് പറയുന്നത്. ഈ ഒറിജിൻ ഓഫ് കീപ്പിംഗ് ഓർണമെന്റൽ ഫിഷസ് അറ്റ് ഹോം, എങ്ങനെയാണ് ഈ ഒരു ഓർണമെന്റൽ ഫിഷസിനെ ഹോമിൽ കീപ്പ് ചെയ്യാനുള്ള ഒരു അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഒറിജിനേറ്റഡ് വിത്ത് കീപ്പിംഗ് ഓഫ് ഗോൾഡ് ഫിഷ് ഇൻ ഗ്ലാസ് ബൗൾസ് ഇൻ ചൈന. ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ചൈനയിലായിരുന്നു. അവരെന്താ ചെയ്തത്, ഗോൾഡ് ഫിഷസിനെയൊക്കെ ഗ്ലാസ് ബൗൾസിൽ കീപ്പ് ചെയ്തിട്ടാണ് വളർത്തിയിരുന്നത്. പിന്നീട് വേൾഡ് ഫസ്റ്റ് അക്വേറിയം സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്, 1853 ഇൻ ഇന്ത്യ ദിസ് ഹോബി ഓഫ് കീപ്പിംഗ് ഓർണമെന്റൽ ഫിഷസ് ബ്ലൂംഡ് വിത്ത് ദ ഓപ്പണിംഗ് ഓഫ് ദി താരാപൂർ അക്വേറിയം ഇൻ മുംബൈ ഇൻ 1951. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഈ ഓർണമെന്റൽ ഫിഷസിനെ കീപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു തുടക്കം എന്ന് പറയുന്നത് താരാപൂർ അക്വേറിയം സ്റ്റാർട്ട് ചെയ്തതോടെയാണ്. അത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1951 അത് സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് അക്വേറിയം ഫിഷസിനെ മെയിനായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, രണ്ട് കാറ്റഗറി ആയിട്ട് മാറ്റാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഗ് ലേയേഴ്സ് എന്നും സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ലൈവ് ബിയേഴ്സ് എന്നുമാണ് കാറ്റഗറി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ലാസ്റ്റ് ടൈം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറേ ഫിഷസിൻ്റെ പേര് എന്നിട്ട് ഏതാണ് എഗ് ലേയേഴ്സ് അല്ലെങ്കിൽ ലൈവ് ബിയറേഴ്സ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എഗ് ലേയേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആയിരിക്കും. അല്ലെ, എഗ് ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആയിരിക്കും. അതിന് എക്സാമ്പിൾ പറയുമ്പം ഡാനിയോസ്, ഗോൾഡ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ബീറ്റ, ഗോറാമി ഇങ്ങനെയൊക്കെ ഉള്ള ഫിഷസാണ് എഗ് ലേയേഴ്സ് ആയിട്ട് കാണപ്പെടുന്നത്. ഇനി ലൈവ് ബിയറേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്, ഇവർക്ക് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പം ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആയിരിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗപ്പി, ലാറ്റി, മൊള്ളീസ്, സ്വാട്ട് ടെയിൽ ഇവരൊക്കെയാണ് ലൈവ് ബിയറേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അത് കൂടാതെ തന്നെ എഗ് ലേയിങ് ഓർണമെന്റൽ ഫിഷസിൽ വരുന്ന കുറച്ച് ഫിഷസും കൂടെ ഉണ്ട്. ടൈഗർ ബാബ് ഉണ്ട്, റോസി ബാബ് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്, സീബ്ര, ഡാനിയോ ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ലിസ്റ്റ് ചെയ്ത് പഠിക്കണം, ഏതൊക്കെയാണ് എഗ് ലേയേഴ്സ് എന്നും ലൈവ് ബിയറേഴ്സ് എന്നും നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് സയാമീസ് ഫൈറ്റിംഗ് ഫിഷ്, ബ്ലൂ ഗൗറാമി, ഡാർക്ക് ഗൗറാമി, പേൾ ഗൗറാമി, ഇങ്ങനെ വരുന്ന ഗൗറാമീസ് എല്ലാം തന്നെ എന്താണ് എഗ് ലേയേഴ്സ് ആയിട്ടുള്ള ഫിഷസ് ആണ്, ഓർണമെന്റൽ ഫിഷസ് ആണ്. ഇനി ലൈവ് ബിയറേഴ്സ് നോക്കാം, ഏതൊക്കെയാണ്. ഗപ്പി വരുന്നുണ്ട്, ഏഞ്ചൽ ഫിഷസ് വരുന്നുണ്ട്, സ്വാട്ട് ടെയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ മൊള്ളീസും ലൈവ് ബിയറേഴ്സിൽ വരുന്ന ഫിഷസ് ആണ്. ഇതിൽ ഞാൻ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളിടത്തു നിന്നുള്ള ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്, കാരണം നമുക്ക് വളരെ ലിമിറ്റഡ് ടൈം അല്ലേ ഉള്ളൂ. നിങ്ങളുടെ സിലബസിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെയിൻ്റെനൻസ് ഓഫ് അക്വേറിയ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പം ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ജെന്നി വില്ലിപ്രക്സ് പവർ എന്ന് പറയുന്ന ഒരു വുമൺ, ഒരു വാസ് എ പയനിയറിംഗ് ഫ്രഞ്ച് മറൈൻ ബയോളജിസ്റ്റ് ആയിരുന്നു, ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു. ഹു ഇൻ 1832 was the first person to create aquaria for experimenting the aquatic animals and referred as the mother of aquariophily. Mother of aquariophily എന്ന് ചോദിച്ചാൽ ആരാണ്, ജെന്നി വില്ലിപ്രക്സ് പവർ എന്ന് പറയുന്ന ഫ്രഞ്ച് മറൈൻ ബയോളജിസ്റ്റ് ആണ് മദർ ഓഫ് അക്വേറിയോഫിലി എന്നറിയപ്പെടുന്നത്. ഇവരാണ് ആദ്യമായിട്ട് 1832 അക്വേറിയ ക്രിയേറ്റ് ചെയ്ത് എന്തിനാണ്, എക്സ്പെരിമെൻറ്റിങ് അക്വാട്ടിക് അനിമൽസിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അക്വേറിയം എന്താണെന്ന് നോക്കാം. Aquarium is a glass tank which displays aquatic organisms in a simulated natural environment by introducing aquatic plants, rocks, gravels, artificial decorative items. അപ്പം അക്വേറിയം എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ടാങ്ക് ആണ്. അതിലെന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അക്വാട്ടിക്
ഓർഗാനിസംസിനെ, അതായത് ഓർണമെൻ്റൽ ഫിഷസ് അതുപോലെ തന്നെ അക്വാട്ടിക് ഓർഗാനിസത്തിനെയൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അക്വേറിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് എന്താണ്, ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഉള്ളതുപോലെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, അതുപോലെ റോക്സ്, ഗ്രേവൽസ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് അക്വേറിയം നോക്കാം. ഇതാണ് ഫസ്റ്റ് വൺ വന്ന് ഗ്ലാസ് അക്വേറിയാണ്. ഇത് വളരെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അക്വേറിയം, നമ്മുടെ ഹോംസിലൊക്കെ കാണപ്പെടുന്ന അക്വേറിയം ടൈപ്പാണ് ഗ്ലാസ് അക്വേറിയം എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് അക്വേറിയം ഈസ് റൗണ്ടഡ്, ഓവൽ, സർക്കുലർ ഓർ സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. കലിത് ഗ്ലാസ്, ദേ ആർ റെക്ടാങ്കുലർ അക്വേറിയം മേഡ് അപ്പ് ഓഫ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് കലിത് ഗ്ലാസ് എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് അക്വേറിയം ഉണ്ട്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഷീറ്റ്സ് അറൌണ്ട് which metallic rod is fitted. Then walled shape aquarium ഉണ്ട്. This type of aquarium is fitted on walls. വാൾസിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താണ് വാൾഡ് ഷേപ്ഡ് അക്വേറിയം എന്ന് പറയുന്നത്. നേച്ചർ ഓഫ് അക്വേറിയം നോക്കാം. അപ്പോൾ മെയിനായിട്ടും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നേച്ചർ ഓഫ് അക്വേറിയം നോക്കാം. മെയിനായിട്ടും 3 തരത്തിലുള്ള അക്വേറിയം ആണുള്ളത്. ഫ്രഷ് വാട്ടർ അക്വേറിയം ഉണ്ട്, മറൈൻ വാട്ടർ അക്വേറിയം ഉണ്ട്, ട്രോപ്പിക്കൽ അക്വേറിയം ഉണ്ട്. അപ്പോൾ ഫ്രഷ് വാട്ടർ അക്വേറിയം എന്ന് പറയുമ്പം ദേ ആർ ലാൻഡ് അക്വേറിയം ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് ആർ ഡിസ്പ്ലേഡ് ഇൻ ഇറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ലാൻഡ് അക്വേറിയമാണ്. ഇതിനകത്ത് മെയിനായിട്ടും ഡിസ്പ്ലേ ചെയ്യുന്നത് ഫ്രഷ് വാട്ടർ ഫിഷസിനെയാണ്. മറൈൻ വാട്ടർ അക്വേറിയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഹൗസസ് മറൈൻ വാട്ടർ ഫ്ലോറ ആൻഡ് ഫോണ ഇൻ എ ഹാർമണി. ഇവിടെ മറൈൻ വാട്ടർ അക്വേറിയയിൽ മറൈൻ വാട്ടറിലുള്ള ഫ്ലോറയും ഫോണയാണ് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ട്രോപ്പിക്കൽ അക്വേറിയം എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഓഫ് കോംപ്ലക്സ് ടൈപ്പ്, എക്സോട്ടിക് ഫിഷസ് ആർ kept in it. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ അക്വേറിയയിൽ മെയിനായിട്ടും എക്സോട്ടിക് ഫിഷസ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അക്വേറിയം നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈസ് ആണ് അല്ലേ. ദ മോസ്റ്റ് പോപ്പുലർ സൈസ് ഫോർ ഹോം അക്വേറിയം ഈസ് 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 30 സെൻറ്റിമീറ്റർ ഇൻറ്റു 40 സെൻറ്റിമീറ്റർ. ഇതാണ് അതിൻ്റെ ഒരു ഹോം അക്വേറിയത്തിൻ്റെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു വോളിയം എന്ന് പറയുന്നത്. 60 into 30 into 40 centimeter ആണ്. Tanks are usually measured length into depth into height. Okay. Ideal site for setting the aquarium ഏതാണെന്ന് നോക്കാം. A stand on which aquarium can set so that it is at eye level. Avoid direct sunlight നെ അവോയ്ഡ് ചെയ്തിരിക്കണം. Then in living and study room, small low table can also be used. ഇത് മെയിനായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലിവിങ് റൂമിലും സ്റ്റഡി റൂമിലൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ചെറിയ ടേബിളിലായിരിക്കണം ഇത് പ്ലേസ് ചെയ്യുന്നത്. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നോക്കുവാണെങ്കിൽ ജനറലി നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റാണ് ഇവിടെ അറേഞ്ച്മെൻറ്റിന് യൂസ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് ലൈറ്റ് നമ്മൾ ജനറലി യൂസ് ചെയ്യാറില്ല. കാരണം ഈ ഹൈ വോൾട്ടേജ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടർ അക്വേറിയത്തിലെ വാട്ടർ പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ വോൾട്ടേജ് ലൈറ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. ദെൻ എയറേഷൻ ആൻഡ് ഹീറ്റിംഗ് സിസ്റ്റം നോക്കാം. This is best done by any aerator connected to a diffuser by a plastic or rubber tube. ഒരു എയറേറ്റർ വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണ്, വാട്ടർ ഇങ്ങനെ എയറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലെ ഫിഷസിന് ഓക്സിജൻ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു എയറേറ്റർ വേണം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് connected to a diffuser by plastic or rubber tube. Heating is most commonly done by using immersion heater with adjustable thermostat. അതുപോലെ വാട്ടറിന് ഒരു ആവശ്യമുള്ള ഒരു ഹീറ്റ് വേണമായിരിക്കും. ഒരു ആംബിയൻ ടെമ്പറേച്ചർ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. ഈ മാനേജ്മെൻറ്റ് ഓഫ് അക്വേറിയം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പുട്ടിങ് ദ ബേസ് ഓഫ് സാൻഡോ ഗ്രേവൽ. അക്വേറിയത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് സാൻഡ് വെച്ചിട്ടോ ഗ്രാവൽ വെച്ചിട്ടോ നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റുന്നതാണ്. Putting a layer of sand or gravel at the bottom of aquarium tank helps in creating a simulated natural environment. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണ്, അവിടെ ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാൻഡ് ബെഡും ഗ്രാവൽ ബെഡും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഫിക്സിങ് ഓഫ് അക്വേറിയം പ്ലാന്റ്സ് ആൻഡ് സപ്പോർട്ട് ദെയർ ഗ്രോത്ത്. അതുപോലെ തന്നെ അക്വേറിയം പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അതിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് കൊടുക്കാനൊക്കെ ഈ ഒരു ഗ്രേവൽ അഥവാ സാൻഡ് ബെഡ് ഹെൽപ്പ് ചെയ്യും. A medium size sand or gravel is ideal for this purpose. 2 to 3 centimeter ആണ് തിക്നെസ് ഈ ഗ്രാവൽ ബെഡിൻ്റെയും എന്താണ് അതുപോലെ സാൻഡ് ബെഡിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. ഇനി
സെക്കൻഡ് എന്ന് പറയുമ്പോൾ അക്വേറിയം ഡെക്കറേഷൻ ആണ്. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ അക്വേറിയം ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന നോക്കാം. എ നമ്പർ ഓഫ് ഡെക്കറേറ്റീവ് ടോയ്സ് ആർ അവൈലബിൾ for attractive look to the aquarium. They include artificial rocks, logs, roots, shells, plants, etc. Plastic plants should be of good quality. നമ്മൾ ഇനി പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് തിരഞ്ഞെടുക്കണം. ഓർഡിനറി പ്ലാസ്റ്റിക് പ്ലാന്റ്സ് മേ റിലീസ് ടോക്സിക് കെമിക്കൽസ്. ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അക്വേറിയം ഡെക്കറേഷൻസിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? റോക്സ് യൂസ് ചെയ്യും, ഷെൽസ് യൂസ് ചെയ്യും, ഡ്രിഫ്റ്റ് വുഡ് യൂസ് ചെയ്യും, അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. Introducing plants, plants have a threefold effect. They serve a decorative purpose. അപ്പോൾ പ്ലാന്റ്സ് നമ്മൾ അക്വേറിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 3 ഗുണങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് അതെന്ന് പറയുന്നത് ഡെക്കറേറ്റീവ് പർപ്പസിനെ ഫുൾഫിൽ ചെയ്യും. അതുപോലെ പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ടു ഫിഷ് ആൻഡ് they absorb the injurious gas, കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അതെന്ത് ചെയ്യും? ഈ നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. given by the fish in breathing. Okay, they produce അതുപോലെ തന്നെ എന്താണ് ഫിഷ് നമ്മുടെ പ്ലാന്റ്സ് എന്ത് ചെയ്യും? they produce oxygen which can be utilized by the fish. അപ്പം അക്വേറിയത്തിൽ ഗ്രീൻ പ്ലാന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. 3 ഗുണങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഡെക്കറേറ്റീവ് പർപ്പസ് ഫുൾഫിൽ ചെയ്യും. അതുപോലെ തന്നെ അവിടെയുള്ള ഫിഷസിനൊക്കെ ഇറ്റ് പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. then they absorb the injurious gas carbon dioxide. ഇപ്പോൾ ഫിഷ് ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുകയും ഇൻ ടേൺ എന്താണ് ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് റെക്കമെൻഡഡ് ഫോർ അക്വേറിയം ഏതൊക്കെയാണെന്ന് നോക്കാം. ദ വാട്ടർ വിസ്റ്റീറിയ ഓർ സിംനോവിയ ട്രൈഫോറ എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ദ ബനാന പ്ലാന്റ് ഓർ Nymphotes aquatic, then green camboba or camboba, then water sprite or Ceratoperis എന്ന് പറയുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്ക് എന്താണ് മെയിനായിട്ട് പ്ലാന്റ്സിൻ്റെ അക്വേറിയത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രീൻ പ്ലാന്റ്സ് ആണ്. then fourth one വന്ന് ഫിൽട്രേഷൻ സിസ്റ്റം ആണ്. there are 2 methods to filter water. അപ്പോൾ നമ്മൾ അക്വേറിയത്തിലെ വാട്ടർ എന്ത് ചെയ്യണം? എപ്പോഴും ഫിൽട്ടർ ചെയ്തിരിക്കണം അല്ലേ? അല്ലെങ്കിൽ അത് ഫിഷസിൻ്റെ ഗ്രോത്തിനെയൊക്കെ അത് ഒരുപാട് ബാധിക്കും അല്ലേ? അപ്പോൾ മെക്കാനിക്കൽ ഫിൽട്രേഷൻ ഉണ്ട്, ബയോളജിക്കൽ ഫിൽട്രേഷനും ഉണ്ട്. മെക്കാനിക്കൽ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് മെക്കാനിക്കൽ ഫിൽട്രേഷൻ സോളിഡ്സ് ആർ ട്രാപ്ഡ് ബൈ ഫിൽറ്റേഴ്സ്. അങ്ങനെയുള്ള ഈ ഫിഷിൻ്റെ വേസ്റ്റ് എക്സ്ക്രീറ്റ് ഒക്കെ എന്താണ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ട്രാപ്പ് ചെയ്യാൻ പറ്റും. ബയോളജിക്കൽ ഫിൽട്രേഷൻ എന്ന് പറയുമ്പം ഹിയർ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹിയർ asbestos acrylic plate can be used which is fixed on one side of the tank. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ആണ് നമ്മൾ ബയോളജിക്കൽ ഫിൽട്രേഷനിൽ യൂസ് ചെയ്യുന്നത്. സെലക്ഷൻ ഓഫ് ഫിഷസ് വരുമ്പം സെലക്ഷൻ ഓഫ് ഫിഷസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓൾവേസ് ഇൻട്രൊഡ്യൂസ് ഹെൽത്തി ആൻഡ് ഗുഡ് ഫിഷസ് ഇൻ ദ അക്വേറിയം. 6 ഫിഷസ് ഓഫ് 5 centimeter length may be housed comfortably. അപ്പോൾ ഒരുപാട് ഫിഷസിനെ ഒന്നും ഒരു മീഡിയം സൈസ്ഡ് അക്വേറിയം ആണെങ്കിൽ നമ്മൾ ഒരുപാട് ഫിഷസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യരുത്. കാരണം എന്താണ്? ഓവർ ക്രൗഡഡ് ആയിട്ട് ഫിഷസിനൊക്കെ ഡെത്ത് സംഭവിക്കാം. അപ്പം ഏകദേശം ഒരു 6 ഫിഷസിനെ നമുക്ക് 5 centimeter ലെങ്ത് ഉള്ള 6 ഫിഷസിനെയൊക്കെ നമുക്ക് കംഫോർട്ടബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു സ്റ്റാർട്ട് വിത്ത് എ ലാർജ് ഫിഷ്. അപ്പോൾ ലാർജ് ഫിഷ് ഇപ്പോൾ നമ്മൾ അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണെങ്കിൽ നമ്മൾ ഒരിക്കലും ലാർജ് ഫിഷിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് മീഡിയം സൈസ് അല്ലെങ്കിൽ സ്മോൾ സൈസ് അല്ലെങ്കിൽ ഗപ്പീസൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അവരുടെ ഫീഡിങ് നോക്കാം. ഡ്രൈഡ് ഫുഡുണ്ട്. നമുക്ക് മെയിനായിട്ട് 3 തരത്തിലുള്ള ഫുഡാണുള്ളത്. ഡ്രൈഡ് ഫുഡുണ്ട്, ഫ്രോസൺ ഫുഡുണ്ട്, ലൈവ് ഫുഡുണ്ട്. ഡ്രൈഡ് ഫുഡ് എന്ന് പറയുമ്പം ഡ്രൈഡ് ഫുഡ് സ്പ്രെഡ് ഓൺ ദ സർഫസ്. ഇറ്റ് ഓൾസോ ഫാൾസ് ഡൗൺ ടു ദ ബോട്ടം ഓഫ് അക്വേറിയം. അത് നമുക്കിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇടാൻ പറ്റും, അത് താഴേക്ക് സിങ്ക് ചെയ്ത് പോകും. ഫ്രോസൺ ഫുഡ് എന്ന് പറയുമ്പോൾ ദിസ് ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ഫുഡ് ഹാവ് ഹൈ ന്യൂട്രിറ്റീവ് വാല്യൂസ് ആണ് ഫുഡ് നമ്മുടെ ഫിഷസിന് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രോസൺ ഫുഡ് കൊടുക്കാം. ദെൻ ലൈവ് ഫുഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡാഫ്നിയ, സ്മോൾ വർംസ്, ഇൻസെക്ട് ലാർവ, ഇതൊക്കെയാണ് നമ്മൾ ലൈവ് ഫുഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അക്വേറിയത്തിലെ ഫീഡിംഗ് എന്ന് പറയുമ്പോൾ 3 തരത്തിലുണ്ട്. ഡ്രൈഡ് ഫുഡ് ഉണ്ട്, നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് ഡ്രൈഡ് ഫുഡ്.
ഫ്രോസൺ ഫുഡ് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇതിന് ഹൈ ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കും. ലൈവ് ഫുഡ് എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻസെക്ട്സ്, ഡാഫ്നിയ, സ്മോൾ വോംസ് ഒക്കെ കൊടുക്കുന്നതിനെയൊക്കെ ഇട്ട് കൊടുക്കുന്നതിനെയാണ് ലൈവ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പെർഫെക്റ്റ് അക്വേറിയം. അവിടെ എന്തൊക്കെയുണ്ട്? പെബിൾസ് അല്ലെങ്കിൽ സാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ സീബെഡ് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, അവിടെ എന്താണ് ഇതുപോലുള്ള സ്ട്രക്ചേഴ്സാണ്. സീ ലില്ലീസ്, ഒരുപാട് അക്വാട്ടിക് പ്ലാന്റ്സ് കാണും, റോക്സ് കാണും, അതുപോലെ തന്നെ എന്താണ് വുഡൻ സാധനങ്ങളൊക്കെ കാണും അല്ലേ. അപ്പം അങ്ങനെയാണ് ഒരു അക്വേറിയം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ.